ശ്ലോകം 6. തത്തേ പ്രദ്യഗ്രധാരാധരലളിതകളായാവലീകേളികാരം ലാവണ്യസൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമമൃതസ്യന്തസന്തോഹമന്ദഃ സിഞ്ച സഞ്ചിന്തകാനാം ബപുരനുകലയേ മാരുതാകാരനാഥ. അർത്ഥം നോക്കാം. ഗുരുവായൂരപ്പ, മനോഹരമായ കായാമ്പൂവിൻ കൂട്ടത്തിൻ്റെയും വർഷകാല മേഘത്തിൻ്റെയും കളിയാടുന്നതും സൗന്ദര്യപൂർണവും പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പുണ്യ അവതാരവും ലക്ഷ്മീദേവിക്ക് ലജ്ജയില്ലാതെ കളിയാടാനുള്ള വേദിയുമായി ധ്യാനനിരതരുടെ ഉള്ളിൽ അമൃതധാരാവർഷം പൊഴിക്കുന്ന അവിടുത്തെ രൂപം ഞാൻ നിരന്തരം ധ്യാനിച്ചുകൊള്ളുന്നു. ശ്ലോകം 7. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹാ ജീവഭാജം ഇത്യേവം പൂർവമാലോചിതമജിതമയ നൈവമദ്യാഭിജാനേ നോ ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുച്ഛിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈ ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. അർത്ഥം നോക്കാം. ഭഗവാനെ, അങ്ങയുടെ സൃഷ്ടികർമ്മം ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. അത് ജീവികൾക്ക് പലതരം സംസാര ദുഃഖം ഉളവാക്കുന്നതാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇന്ന് എന്റെ ധാരണ അങ്ങനെയല്ല. അങ്ങ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ജീവികൾ എങ്ങനെയാണ് ജ്ഞാനവും ആനന്ദവും കിനിഞ്ഞു വരുന്നതും അതിമനോഹരവുമായ അങ്ങയുടെ ഈ ശരീരത്തെ കാതുകളാലും കണ്ണുകളാലും പാനം ചെയ്തുകൊണ്ട് പരമാനന്ദമാവുന്ന അമൃതസാഗരത്തിൽ കിടന്ന് ആനന്ദിക്കുന്നതും? ശ്ലോകം 8. നമ്രാണാം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർദിവ്രജോയം. നമിക്കുന്നവരുടെ മുമ്പിൽ പോലും ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷനാകുന്നു. അവർ ആവശ്യപ്പെടാതെ അർത്ഥങ്ങളും കാമങ്ങളും പരമാനന്ദസാന്ദ്രമായ മോക്ഷവും പ്രദാനം ചെയ്യുന്നു. ഭഗവാനെ, ഇപ്രകാരം അവിടുന്ന് സകലർക്കും ലഭ്യമാകുന്ന അളവറ്റ ഫലങ്ങളുള്ള കൽപ്പവൃക്ഷമാകുന്നു. ഈ യാചകരാട്ടെ ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള ആ നിസാര വൃക്ഷത്തെ വെറുതെ ആഗ്രഹിക്കുന്നു. ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാഃ ത്വം ചാത്മാ രാമയേ വേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. മറ്റ് ദേവന്മാർ ഭക്തവാത്സല്യത്താൽ മോക്ഷം ഒഴിച്ചുള്ള അഭീഷ്ടങ്ങൾ ദാനം ചെയ്യുന്നു.
ഭഗവാനാകട്ടെ വിശിഷ്ട കാരുണ്യത്താൽ അങ്ങയെ തന്നെ ദാനം ചെയ്യുന്നു. മറ്റു ദേവന്മാർ അഷ്ടൈശ്വര്യ സിദ്ധിയാൽ ഈ പ്രപഞ്ചത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ സ്വാമിത്വമുള്ളവരാകുന്നു. ഭഗവാനാകട്ടെ തനിക്ക് തന്നെയും ഈശനാകുന്നു. മഹാഭാഗ്യവാന്മാരായവർ അടുക്കും തോറും അധികം ആസ്വാദനായ അങ്ങയിൽ ചേർന്ന് പരമാനന്ദം അനുഭവിക്കുന്നു. ഭഗവാൻ ആത്മാരാമനാകുന്നു. അതുല്യ ഗുണങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. ശ്ലോകം 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈച്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീലഖില വിദസി നക്വാപി തേ സംഘവാർത്താം തത്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഭഗവാനെ, അങ്ങയുടെ ഐശ്വര്യം ശ്രീ ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരുടെ വിശേഷ കർമ്മങ്ങളിൽ വർദ്ധിക്കുന്നതാവുന്നു. ഭഗവാന്റെ തേജസ് സകല തേജസ്സുകളെയും നശിപ്പിക്കുന്നവരുടെ തേജസ്സിനെ കൂടി സംഹരിക്കുന്നതാണ്. അങ്ങയുടെ വിശുദ്ധ കീർത്തി ആകട്ടെ മുനികളാൽ പോലും പ്രകീർത്തിക്കപ്പെട്ടതാണ്. ലക്ഷ്മി ദേവി എപ്പോഴും അങ്ങയുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്നു. ഭഗവാനെ, അങ്ങ് സർവജ്ഞനാകുന്നു. അങ്ങയ്ക്ക് ഒന്നിലും സംഘമുള്ളതായി അറിയില്ല. അല്ലയോ ഗുരുവായൂർ പുരേശ മുരഹര, അങ്ങ് ഭഗവാൻ എന്ന ശബ്ദത്തിന്റെ പ്രധാന അർത്ഥമാകുന്നു. ഹരിയോ.